അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. അന്നും ഹാപ്പി ആയിരുന്നു. ഇന്നും വളരെ സന്തോഷത്തോടെ വേറെ എന്തായാലും സംഭവിച്ചു, കുറ്റമേറ്റു, ഇത്രയുമായി വളരെ സന്തോഷത്തോടെയാണ് ഇന്നും പോയത്. വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. നമുക്ക് മാനസികമായി കൂടി മനഃശാസ്ത്രം കൂടി ഉണ്ടല്ലോ, അത്രയും വളരെ ഹാർഡായിട്ടുള്ള ഒരു മനോനിലയുള്ള ആളെന്ന് വേണം മനസ്സിലാക്കാൻ. അതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ പിടിച്ചു നിൽക്കുന്നതായിരിക്കാം. എന്തായാലും അന്നും ഇതേപോലെ തന്നെ വളരെ സന്തോഷത്തോടെയാണ് കണ്ടത്. ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു. അന്ന് വളരെ കാര്യം എന്ത് ചോദിച്ചാലും അതിനെല്ലാം മറുപടി ഉണ്ടായിരുന്നു. ഇന്നും വേറെ അത്രത്തോളം ആത്മധൈര്യം ഉള്ള ഒരിതാണ്, അതായത് കരുതിക്കൂട്ടി ചെയ്തത് എന്ന് തന്നെയാണ്. വ്യക്തിപരമായി സമ്മർദ്ദത്തിലൂടെ പോയിരുന്നു ഇതിന്റെ അന്വേഷണത്തെ ഘട്ടത്തിൽ. ഇത് എന്താവും, ഇത് കുറെ പ്രശ്നങ്ങളുണ്ട്, സാക്ഷികളുടെ അഭാവമുണ്ട്, കുറെ അധികം തെളിവുകൾ കണ്ടെത്തേണ്ട വെല്ലുവിളി, ചോദ്യം ചെയ്യൽ, ഇതിന്റെ നമ്മുടെ ഒരു ജോലിയുടെ ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ, അതൊക്കെ നേരിട്ടിരുന്നു. തീർച്ചയായും വളരെ ബുദ്ധിമുട്ടി. 2022 ഞാൻ പറഞ്ഞില്ലേ, 2022 തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങളെ എല്ലാത്തിനും സഹായിച്ചത് ഷാജഹാൻ സാറായിരുന്നു, ഇൻവെസ്റ്റിഗേഷന്റെ മെയിൻ കണ്ണി. പിന്നെ ജോൺസൺ സാറ് നേതൃത്വം നൽകി. അന്നുണ്ടായിരുന്ന എല്ലാവരും ഒരു ടീമിന്റെ വളരെ നല്ലൊരു വർക്കാണ് ഇവിടെ കണ്ടത്. ഇവളെ തന്നെ അല്ലടേ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചത് എന്നുള്ളത് ഗ്രീഷ്മയുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ സ്വയം ചോദിച്ചു പോകും. കാരണം ഗ്രീഷ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധമില്ല. ഇത് പറയുന്നത് ആരാണ്? ഗ്രീഷ്മയുടെ ഈ സംഭവം അല്ലെങ്കിൽ ഈ ഷാരോൺ വധക്കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥ തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഗ്രീഷ്മ അന്നും ഹാപ്പിയാണ്, ഇന്നും ഹാപ്പിയാണ്. ചിലപ്പോൾ അത് പിടിച്ചു നിൽക്കുന്നതാകാം, എന്നാൽ പുറമെ ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് യാതൊരു കുറ്റബോധമോ യാതൊരു സങ്കടമോ ഒന്നുമില്ല. വധശിക്ഷ വിധിച്ച പ്രതികൾക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം പോലും ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്നില്ല. ഗ്രീഷ്മ അന്നും ഹാപ്പിയാണ്, ഇന്നും ഹാപ്പിയാണ് എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അതേസമയം 2 ദിവസങ്ങൾക്ക് മുമ്പ് വിചാരണ കഴിഞ്ഞ സമയത്തും ഗ്രീഷ്മയുടെ പെരുമാറ്റം ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. യാതൊരു രീതിയിലുള്ള കുറ്റബോധമൊന്നുമില്ല. ചിലപ്പോൾ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം. അന്ന് ന്യൂസ് 18 ഒരു മാധ്യമപ്രവർത്തകൻ ഈ കോടതി നടപടികളൊക്കെ കണ്ട മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്, സാധാരണഗതിയിൽ ഒരു സ്വത്ത് തർക്ക കേസിൽ ഈ സ്വത്ത് തർക്ക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് എതിരായി കോടതി ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ ഈ സ്വത്ത് തർക്ക കേസിലെ കക്ഷിയായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം പോലും ഗ്രീഷ്മയ്ക്കുണ്ടായില്ല എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഈ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഗ്രീഷ്മയുടെ ആത്മവിശ്വാസം കാണുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ വിധിയിൽ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല, ഗ്രീഷ്മ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വധശിക്ഷയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഗ്രീഷ്മയ്ക്കുണ്ടായതുകൊണ്ടായിരിക്കണം ഗ്രീഷ്മ ഈ വിചാരണ സമയത്തടക്കം വലിയ രീതിയിൽ ആത്മവിശ്വാസം കാണിച്ചത് എന്നാണ് നമ്മളിൽ പലരും കരുതിയത്. എന്നാൽ വധശിക്ഷ വിധിച്ചപ്പോഴും ഗ്രീഷ്മയുടെ പെരുമാറ്റത്തിന് യാതൊരു കുലുക്കവുമില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. സാധാരണഗതിയിൽ ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന പ്രതികളൊക്കെ വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു മാനസിക സമ്മർദ്ദം അവരുടെ പെരുമാറ്റത്തിലും അവരുടെ പ്രവർത്തികളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ യാതൊരു കൂസലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇനി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച ഈ വധശിക്ഷ അത് ഹൈക്കോടതി കൂടി അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. കാരണം വധശിക്ഷ പോലുള്ള കേസുകളിൽ കീഴ്ക്കോടതികൾ വിധിക്കുന്ന വിധി അത് മേൽക്കോടതികൾ അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതിലുള്ള ആത്മവിശ്വാസമായിരിക്കാം നിലവിൽ ഗ്രീഷ്മയ്ക്കുണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.